യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തുകഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവച്ചു. നാളെയാണ് ശിക്ഷ നടപ്പാക്കാനിരുന്നത്. ശിക്ഷ നടപ്പാക്കുന്നത് നീട്ടിവെച്ചാൻ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം അനുമതി നൽകുകയായിരുന്നു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിൽ സൂഫി പണ്ഡിതന്മാർ കുടുംബവുമായി നടത്തിയ ചർച്ചയാണ് ഫലം കണ്ടത്. ആക്ഷൻ കൗൺസിലാണ് ഇക്കാര്യം അറിയിച്ചത്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇന്നും ചർച്ചകൾ നടന്നിരുന്നു. യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകനായ സാമുവൽ ജെറോം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരും ഇക്കാര്യം സ്ഥിരീകരിച്ചു. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ട് ഗവർണർ രാജേന്ദ്ര അർലേക്കർ. വിദേശകാര്യ മന്ത്രാലയവുമായി ഗവർണർ സംസാരിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കണം എന്ന ആവശ്യമാണ് ഗവർണർ മുന്നോട്ടുവയ്ക്കുന്നത്. പ്രവാസി വ്യവസായി MA യൂസഫ് അലിയുമായും ഗവർണർ സംസാരിച്ചു. ദിയാധനത്തിന് എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് MA യൂസഫ് അലി ഗവർണറെ അറിയിച്ചു. നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇടപെട്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ വേണ്ടിയാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. യമനിലെ പണ്ഡിതന്മാരെ ബന്ധപ്പെട്ടുവെന്ന് കാന്തപുരം പറഞ്ഞു. വധശിക്ഷ വിധിച്ചവർക്ക് കുടുംബം ആവശ്യപ്പെടുന്ന പണം നൽകിയാൽ മാപ്പു നൽകാൻ മതത്തിൽ വ്യവസ്ഥ ഉണ്ടെന്നും അത് ഉപയോഗിക്കാനാണ് നീക്കം നടത്തിയതെന്നും കാന്തപുരം പ്രതികരിച്ചു. സ്കൂൾ സമയമാറ്റ വിഷയവുമായി ബന്ധപ്പെട്ട സർക്കാർ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. സമയമാറ്റത്തിൽ എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തും. എന്നാൽ ഇത് സമയമാറ്റം എന്ന തീരുമാനത്തിൽ മാറ്റം വരുത്താനല്ല, മറിച്ച് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താനാണെന്നും മന്ത്രി വ്യക്തമാക്കി. സമസ്ത ഉൾപ്പെടെ പരാതിയുള്ള എല്ലാ വിഭാഗങ്ങളെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 18 ദിവസം ബഹിരാകാശ നിലയത്തിൽ തങ്ങിയ ശേഷം ശുഭാംശു ശുക്ലയും സംഘവും ഭൂമിയിൽ തിരിച്ചെത്തി. ഇന്ത്യൻ സമയം വൈകിട്ട് 3 മണിയോടെയാണ് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ പേടകം തെക്കൻ കാലിഫോർണിയൽ തീരത്ത് പസഫിക് കടലിൽ വന്നു പതിച്ചത്. സഞ്ചാരികളെല്ലാം സുരക്ഷിതരെ തിരിച്ചെത്തി. ഇതോടെ ആക്സിയം 4 ദൗത്യം പൂർത്തിയാക്കി. ശരത് പവാറിനൊപ്പമെങ്കിൽ MLA സ്ഥാനം ഉടൻ രാജിവെക്കണമെന്നും അല്ലെങ്കിൽ തങ്ങളുടെ NCPയിൽ ചേരണമെന്നും അറിയിച്ചുകൊണ്ട് AK ശശീന്ദ്രനും തോമസ് K തോമസിനും പ്രഫുൽ പട്ടേൽ കത്ത് അയച്ചു. ശരത് പവാറിനൊപ്പം തുടർന്നാൽ കേരളത്തിലെ MLA സ്ഥാനത്തുനിന്ന് അയോഗ്യരാകുമെന്നാണ് പ്രഫുൽ പട്ടേലിന്റെ മുന്നറിയിപ്പ്. എന്നാൽ കത്തിനെ ഗൗരവമായി കാണുന്നില്ലെന്നും അവഗണിക്കാനാണ് തീരുമാനമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പ്രതികരിച്ചു. അനാട്ടിൽ ക്രമക്കേടും അഴിമതിയും സംബന്ധിച്ച് വൈദ്യുതി മന്ത്രിയോട് രമേശ് ചെന്നിത്തലയുടെ 9 ചോദ്യങ്ങൾ. അഴിമതി കാണിച്ചിട്ടില്ലെന്നും ചെന്നിത്തല ഉന്നയിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് വൈദ്യുതി മന്ത്രിയുടെ ഏതാനും ചോദ്യങ്ങൾ പരസ്യമായി തന്നെ ചോദിച്ചു. അദ്ദേഹം അതിന് പരസ്യമായി മറുപടി പറയട്ടെയെന്നും അതിനുശേഷം ബാക്കിയുള്ള ചോദ്യങ്ങൾ കൂടി ചോദിക്കാമെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. കണ്ണൂരിൽ K സുധാകരനെ അനുകൂലിച്ച് മുദ്രാവാക്യങ്ങൾ വിളിച്ചത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രാദേശിക പ്രവർത്തകരെന്ന് DCC. സുധാകരൻ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവാണെന്നും അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിച്ചതിൽ അപാകതയില്ലെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു. ഇന്നലെ നടന്ന സമരസംഗമം പരിപാടിയിലാണ് KPCC പ്രസിഡന്റിനും സഹഭാരവാഹികൾക്കും മുദ്രാവാക്യം വിളിക്കാതെ പരിപാടിയിൽ പങ്കെടുക്കാത്ത K സുധാകരനു വേണ്ടി മാത്രം ഒരു വിഭാഗം പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചത്. മണ്ണാർക്കാട് നഗരത്തിലൂടെ കൊലവിളി മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തിയ സംഭവത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം R ഷോ, മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി, DYFI ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീരാജ്, CPM ലോക്കൽ സെക്രട്ടറി മൻസൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ മുൻ SFI നേതാവായ ഷനീഫ് K മണ്ണാർക്കാട് പോലീസിന് പരാതി നൽകി. കലാപ ആഹ്വാനത്തിന് കേസെടുക്കണമെന്ന് പരാതിയിൽ പറയുന്നു. പാൽ വില കൂട്ടാനുള്ള നിർണായക തീരുമാനമെടുക്കാൻ ഇന്ന് ഡയറക്ടർ ബോർഡ് യോഗം മിൽമ ആസ്ഥാനത്ത് ചേരുന്നു. 3 മേഖലാ യൂണിയനുകളിലെ ചെയർമാൻമാർ, MDമാർ തുടങ്ങിയവർ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കും. മിൽമ, തിരുവനന്തപുരം, എറണാകുളം യൂണിയനുകൾ വർധനയ്ക്കാനുകൂല തീരുമാനമെടുത്തിരുന്നു. എന്നാൽ വില കൂട്ടേണ്ടതില്ല എന്ന നിലപാടിലാണ് മലബാർ യൂണിയൻ എന്നാണ് വിവരം. ലിറ്ററിന് 10 രൂപ വർധനയാണ് എറണാകുളം യൂണിറ്റിന്റെ ശുപാർശ. പന്തീരങ്കാവിൽ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ നിർണായക കണ്ടെത്തൽ. പ്രതി ഷിബിൻ ലാൽ തട്ടിയെടുത്ത 40 ലക്ഷത്തിൽ ഇനിയും കണ്ടെത്താനുള്ള 39 ലക്ഷം പറമ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. ഷിബിൻ ലാലിന്റെ വീട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ അകലെയുള്ള പറമ്പിലാണ് പ്ലാസ്റ്റിക് കവറിനുള്ളിലാക്കി കുഴിച്ചിട്ട നിലയിൽ പണം കണ്ടെത്തിയത്. സബ് ട്രഷറി സൂപ്രണ്ടിന്റെ വ്യാജ ഒപ്പിട്ട് വ്യാജരേഖയുണ്ടാക്കി 1.5 ലക്ഷം തട്ടിയെടുത്ത കേസിൽ പ്രതി അറസ്റ്റിലായി. തിരുവനന്തപുരം തൈക്കാട് വഴുതക്കാട് സ്വദേശി ഷിയാസാണ് അറസ്റ്റ്. പ്രതിയെ മ്യൂസിയം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പൊതുമരാമത്ത് കോൺട്രാക്ട് പുതുക്കാനുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് രാജേഷ് എന്ന വ്യക്തിയിൽ നിന്ന് ഷിയാസ് പണം തട്ടിയത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് വായ് മൂടിക്കെട്ടി പ്രതിഷേധം. ജീവൻ സംരക്ഷിക്കാൻ പാവപ്പെട്ട രോഗികൾ സ്വകാര്യ ആശുപത്രികളെയോ കോട്ടയം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളെയോ സമീപിക്കേണ്ട അവസ്ഥയാണെന്നും ഉത്തരവാദിത്തപ്പെട്ട സ്ഥലം MPയും MLAയും നോക്കുകുത്തികളെ മാറിയിരിക്കുകയാണെന്നും പരാതി. ടെക്നീഷ്യന്മാർ പരിചയസമ്പന്നരല്ലെന്ന് വകുപ്പ് മേധാവി റിപ്പോർട്ട് നൽകിയതോടെയാണ് ഹൃദയ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചത്.
ADGP MR അജിത് കുമാറിന്റെ ശബരിമല ട്രാക്ടർ യാത്ര വിവാദത്തിൽ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി. ADGP ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുവെന്നാണ് റിപ്പോർട്ട്. ശനിയാഴ്ച വൈകിട്ടാണ് ADGP പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ട്രാക്ടറിൽ യാത്ര ചെയ്തത്. അടുത്ത ദിവസം തിരിച്ചും ട്രാക്ടറിൽ മലയിറങ്ങി. നവഗ്രഹ പ്രതിഷ്ഠ ദർശനത്തിനുള്ള യാത്ര ചരക്ക് നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം നിലവിലുണ്ട്. കാട്ടുപന്നികളെ വെടിവയ്ക്കാൻ ശക്തമായ നടപടിയുമായി ചാലിയാർ ഗ്രാമപഞ്ചായത്ത്. ഇതിനായി തോക്ക് ലൈസൻസുള്ള 17 ഷൂട്ടർമാരെ നിയമിച്ചു. ഇന്ന് മുതൽ കാട്ടുപന്നികളെ വെടിവയ്ക്കും. പെരുമ്പത്തൂർ, ഇളമ്പിലാക്കോട്, ഊട്ടിയൽ വാർഡുകളിലാണ് ഇന്ന് രാത്രി കാട്ടുപന്നികളെ വെടിവയ്ക്കുക. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് ചെയർപേഴ്സണും BJP കൌൺസിലർമാരും ആശുപത്രിയിലായി. വാർഷിക പദ്ധതി ഭേദഗതിയിൽ BJP കൌൺസിലർമാരുടെ വാർഡുകളെ അവഗണിക്കുകയും ഭരണപക്ഷ കൌൺസിലർമാരുടെ വാർഡുകൾക്ക് വാരിക്കോരി നൽകുകയും ചെയ്യുന്നു എന്നാരോപിച്ചാണ് BJP കൌൺസിലർമാർ പ്രതിഷേധിച്ചത്. കോൺഗ്രസ് ഭരിക്കുന്ന ചാലക്കുടി കോടശ്ശേരി പഞ്ചായത്തിൽ കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തിയ പ്രതിപക്ഷത്തിന് നേരെ ഭരണപക്ഷത്തിന്റെ ആക്രമണത്തിൽ പ്രതിപക്ഷത്തെ 2 വനിതാ അംഗങ്ങളടക്കം 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.